അല്ലെങ്കിൽ ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുണ്ടാവും. ഇല്ല, എന്റേത് പൊട്ടിയിരുന്നില്ല. ഓക്കെ, നമുക്കിന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് കയറാം. നമ്മുടെ 3-ാമത്തെ ചാപ്റ്ററാണ്. കുറച്ചും കൂടി നമ്മൾ കൂടുതലായിട്ട് പെൻഡിലം നമ്മൾ ഒരു ബിബ്ലിക്കൽ ടൂളായിട്ട് ബൈബിളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഫണ്ടമെന്റൽ അടിസ്ഥാനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പെൻഡിലം ഒരിക്കലും ഒരു ഹീലർ അല്ല, അത് ഒരു ടൂള് മാത്രം, ഒരു ഉപകരണം മാത്രമാണ് പെൻഡിലം എന്നുള്ളത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ കൊണ്ടുവരിക. പെൻഡുലം ഒരു ദൈവമോ അതിന് യാതൊരു വിധത്തിലുള്ള സവിശേഷതകളില്ല. പക്ഷെ പെൻഡുലത്തിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, അതിൻ്റെ വ്യത്യസ്തമായ ഗുണങ്ങളാണ്, ക്വാളിറ്റീസ് ആണ്. ഒരു കത്തിക്ക് മൂർച്ച ഉള്ളതുപോലെ ഇപ്പോൾ നമ്മൾ പല ആവശ്യങ്ങൾക്ക് കത്തി ഉപയോഗിക്കും. നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിലും ബ്രെഡ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നൈഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന് ഒരു പ്രത്യേകതയുണ്ടാവും. അപ്പോൾ മൂർച്ച ഉണ്ടെങ്കിൽ തന്നെ ബ്രെഡ് കട്ട് ചെയ്യുന്ന നൈഫിന്റെ എഡ്ജിന് ഒരു പ്രത്യേകത കാണാം. അതുപോലെയാണ് നമ്മുടെ പെൻഡുലങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്, ചില ക്വാളിറ്റീസ് ഉണ്ട്. എപ്പോഴും രോഗ സൗഖ്യം നൽകുന്ന ദൈവമാണ്. ഗോഡ് ഈസ് ദ ഹീലർ, അത് മറന്നു പോരുത്. പലരും പെൻഡുലം പഠിച്ച് കുറെ കഴിയുമ്പോൾ പെൻഡുലത്തിനെ വർഷിപ്പ് ചെയ്യാനും പെൻഡുലമാണ് രോഗങ്ങൾ മാറ്റുന്നത് എന്നുള്ളൊരു ചിന്ത കടന്നുകൂടിയാൽ അത് തികച്ചും തെറ്റാണ്. നിങ്ങളുടെ കയ്യിൽ ഉള്ള സ്പൂണിനെ നിങ്ങൾ ആരും അതിനെ എന്താണ് പറയുന്നത്, അതിനൊരു വർഷിപ്പ് കൊടുക്കുകയില്ല. അതൊരു ഉപകരണമാണ് സ്പൂൺ. അതുപോലെ ഡോക്ടർമാർ സ്റ്റെതസ്കോപ്പിന് ഒരിക്കലും അവരതിനെ പൂജിക്കുകയോ അതിന് പ്രത്യേകതയായ ഒന്നും കൊടുക്കുകയോ ചെയ്യില്ല. അതിൻ്റെ ക്വാളിറ്റി എപ്പോഴും നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മൾ എപ്പോഴും പെൻഡുലങ്ങളുടെ ക്വാളിറ്റി നല്ലതാണോ, പെൻഡുലങ്ങൾ നല്ലതാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒരിക്കലും പെൻഡുലം ഒരു ഹീലർ അല്ല. മറ്റൊന്ന്, നമ്മുടെ ഇത് കാണിക്കുന്നത് നമ്മുടെ ബൈബിളിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, മോസസ് അല്ലെങ്കിൽ മോശ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമുണ്ട്. യഹൂദന്മാരുടെ ഫറവോന്റെ ആ സ്ലേവറിയിൽ നിന്ന് ഒരു വലിയ ഒരു ലീഡറായിട്ട്, സ്പിരിച്വൽ ലീഡറായിട്ട്, ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ട് വരുന്ന മോസസിന്റെ കയ്യിലൊരു വടി പിടിക്കാറുണ്ട്. അതെല്ലാം ഒരു സിമ്പിൾ എന്ന രീതിയിലാണ്. ആ വടി കൊണ്ട് ധാരാളം മാജിക്കൽ പവേഴ്സ് നടത്തുന്നതായിട്ടൊക്കെ നമ്മൾ ബൈബിള് വായിച്ചാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ പഴയ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഒക്കെ വായിക്കുന്നത് വളരെ രസകരമാണ്. ധാരാളം ചരിത്രപരമായിട്ടുള്ള പഴയ കാലത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ വളരെ നല്ലതാണ്. ധാരാളം സംശയങ്ങളും ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ സംശയങ്ങൾക്ക് ആണ് നമ്മൾ ക്ലാരിഫൈ ചെയ്യുമ്പോൾ കൂടുതൽ പഠനം രസകരമാവുന്നത്. അല്ലാതെ വെറുതെ അണ്ടർലൈൻ ചെയ്ത് നമ്മൾ പഠിപ്പിക്കാൻ പോയാൽ നമുക്കത് തീരില്ല. പക്ഷെ നിങ്ങളത് വായിച്ചു നോക്കുക. നല്ലൊരു അതിൽ കുറേ ചരിത്രങ്ങൾ, കുറേ കഥകൾ, നല്ല കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പെൻഡുലം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് ഡിസേൺമെന്റ്, നമുക്ക് കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കുവാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അപഗ്രഥിക്കുവാൻ, അതിനെ വിശകലനം ചെയ്യുവാനുള്ള ടൂളാണ് പെൻഡുലം എന്ന രീതിയിലാണ് നമ്മൾ അതിനെ സമീപിക്കേണ്ടത്. നമ്മൾ ബൈബിള് എടുക്കുകയാണെങ്കിൽ ജോൺ, മലയാളത്തിൽ പറഞ്ഞ യോഹന്നാൻ എന്ന് പറഞ്ഞ ഒരു അധ്യായമുണ്ട്, അല്ലെങ്കിൽ ബുക്കുണ്ട്. അതിൻ്റെ 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യങ്ങൾ. യോഹന്നാന്റെ കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊരുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിൽ അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചെന്നെല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. താങ്ക് യു. നമ്മൾ കാറ്റിനെ കുറിച്ച് നമുക്ക് ധാരാളം ഇന്ന് പഠനങ്ങളുണ്ട്. പക്ഷെ വ്യക്തമായിട്ട് കാറ്റ് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്നെല്ലാം, ഇപ്പൊ സാറ്റലൈറ്റ് വിഷനിലെല്ലാം ഇത്ത ഏരിയയിൽ കാറ്റുണ്ടാകുന്നു,
കാറ്റ് വരുന്നു എന്നെല്ലാം വളരെ ഇപ്പോൾ നമ്മൾ കാലാവസ്ഥ പ്രെഡിക്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. എന്നാലും അതിനെ നിയന്ത്രിക്കാനോ അത് എങ്ങോട്ട് മാറുമെന്നൊന്നും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തിരിച്ചറിയാനൊന്നും സാധിക്കുന്നില്ല. അതേപോലെയാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ദൈവ ആത്മാവിൽ നിന്ന് അല്ലെങ്കിൽ പരിശുദ്ധ ആത്മാവ് അഥവാ ഹോളി സ്പിരിറ്റ്, ആ ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഒരാൾക്കും മുൻകൂട്ടി പറയുവാനോ അല്ലെങ്കിൽ ഇപ്രകാരം ആണ് എന്നുള്ളത് ഒരിക്കലും നമുക്ക് ഒരു മുൻകൂട്ടി പറഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ സഞ്ചാരഗതി ഇന്നതായിരിക്കും എന്നൊന്നും പറയുവാനായിട്ട് സാധിക്കാത്ത രീതിയിലാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ അതൊന്നുകൂടി വായിക്കാം. 3:8. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിൽ അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചെന്നെല്ലാം അതുപോലെ ആവുന്നെന്ന് ഉത്തരം പറഞ്ഞു. ദൈവാത്മാവിൽ നിന്ന് ജന്മം കൊണ്ട് അല്ലെങ്കിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്രകാരമാണ്. എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോയി എന്നുള്ളതിനെ ഒന്നും വലിയ പ്രസക്തിയില്ല. പക്ഷെ അതിൻ്റെ ശബ്ദം വ്യക്തമായിട്ട് നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് അറിയുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഹോളി സ്പിരിറ്റിനെ അനുഭവിച്ചറിയുവാൻ സാധിക്കും. അത് വളരെ ഞാനത് എംഫസൈസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ഗോഡ് പല രീതിയിൽ അറിയപ്പെടുന്നു. പരിശുദ്ധാത്മാവ്, പവിത്രാത്മ ഇതെല്ലാം പറയുന്നത് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും അനുഭവിച്ചറിയുവാനും കേൾക്കുവാനും സാധിക്കുന്ന ഒന്നാണ്. ഇനി കുറച്ച് പെൻഡുലത്തിനെ കുറിച്ച് പറഞ്ഞു പോകാം. ചിലർക്കെല്ലാം പെൻഡുലം വളരെ പരിചിതമാണ്. എങ്കിലും പെൻഡുലത്തിൻ്റെ ചില മൂവ്മെൻറ്റ്സ് പറഞ്ഞു തരാം. പെൻഡുലം പഠിക്കുന്നവർക്ക് പെൻഡുലത്തിൻ്റെ ഒരു ബിബ്ലിക്കൽ പെൻഡുലം കോഡ്, അതായത് നമ്മൾ ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് പെൻഡുലങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് പെൻഡുലം ഇപ്പോൾ ഒരു സാമ്പിളായിട്ട് കാണിക്കുകയാണെങ്കിൽ ഒരു പെൻഡുലം നിങ്ങൾ ഒരു തുറന്ന പുസ്തകത്തിൻ്റെ ബൈബിളിൻ്റെ മുകളിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിനെ ഒരു സാൻറ്റിഫൈ ചെയ്യാനായിട്ട്, അതിനെ ഒന്ന് ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് പറയാം. അതിനുശേഷം ആ പെൻഡുലം നിങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പെൻഡുലത്തിന് ചില മൂവ്മെൻറ്റ്സുകൾ ഉണ്ടാകും. ആ മൂവ്മെൻറ്റ്സുകൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അത് ക്ലോക്ക് വൈസിൽ കറങ്ങുന്നത് കാണാം, ഇല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങുന്നത് കാണാം, ഇല്ലെങ്കിൽ മുന്നോട്ടും പിന്നോട്ടും, ഇല്ലെങ്കിൽ സൈഡ് ബൈ സൈഡ്, ഇങ്ങനെ പല രീതിയിലുള്ള മൂവ്മെൻറ്റ്സുകൾ കാണാം. നമ്മൾ പെൻഡുലം പ്രാക്ടിക്കലായിട്ടൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാക്കിയെടുക്കാം. എങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ്സുകൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. അത് ക്ലോക്ക് വൈസ് കറങ്ങുന്നതാണെങ്കിൽ നമുക്ക് പൊതുവേ ഉള്ളൊരു ഇതിൽ ഞാനിത് പറയുന്ന ഒരു ജനറൽ കണ്ടീഷനാണ്. നമ്മളിത് പഠിക്കുമ്പോൾ കൂടുതലായിട്ട് അതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ പലരും പഠിച്ചിട്ടുള്ളവർക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട. ഞാനിപ്പോൾ വളരെ തുടക്കക്കാർക്ക്, ഒരു ബിഗിനർ എന്ന രീതിയിൽ ആദ്യമായിട്ട് പെൻഡുലങ്ങൾ കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലുള്ള ക്ലാസ്. അതുകൊണ്ട് വളരെ ഹയർ ലെവൽ പെൻഡുലം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തവർ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ ഒരു ബേസിക് ആയിട്ട് പറഞ്ഞു പോവാണ്. നമ്മൾ പെൻഡുലത്തിൻ്റെ ചില മൂവ്മെൻറ്റ്സുകൾ എങ്ങനെയാണ് നമ്മൾ ഒരു ഡിസേൺമെന്റിനായിട്ട് അത് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ, ക്ലോക്ക് വൈസ് കറക്റ്റ് നമ്മൾ യെസ് എന്നും, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോ എന്നും, മുന്നോട്ടും മുന്നോട്ടും ഉള്ളതിനെ നമ്മൾ ഓക്കെ, താങ്ക് യു. ഞാനത് മ്യൂട്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ശബ്ദങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ചില മൂവ്മെൻറ്റ്സുകൾ നമ്മൾ അതിനെ ഒന്ന് പഠിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ആ മൂവ്മെൻറ്റുകളെ ഓരോ വ്യക്തിപരമായിട്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്.
അത് നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സുകളിൽ ഓരോരുത്തരുമായിട്ടുള്ള പെൻഡുലം ട്യൂണിങ്, പെൻഡുലവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമാക്കാം. ഇപ്പം ജനറൽ പറയുന്നത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ഇപ്പം ഇന്നിപ്പോൾ മഴ പെയ്യുമോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കാണുകയാണെങ്കിൽ നമ്മൾ പെൻഡുലം പിടിച്ചുകൊണ്ട് ആ ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് ഒരു ജനറലൈസ് ചെയ്ത് പറയണം. അത് എസ് എന്നുള്ള സൈൻ ക്ലോക്ക് വൈസ് ആണെന്ന് ഉള്ളത് നമ്മൾ ഇപ്പോൾ ധരിക്കുകയാണെങ്കിൽ അത് അതേ മഴ പെയ്യും എന്നുള്ളതും, അത് നോ ആണെങ്കിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് എന്നുള്ള രീതിയിലും, അങ്ങനെ പല രീതിയിലാണ് പെൻഡുലത്തിൻ്റെ മൂവ്മെൻറ്റ്സിനെ നമ്മൾ പഠിക്കുന്നത്. അത് കുറച്ചധികം പഠിക്കാനുള്ള വിഷയമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്ന ഒരു ചെറിയ തുടക്കത്തിന് വേണ്ടിയിട്ട്. നമ്മൾ പെൻഡുലത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ദൈവം റിവീൽ ചെയ്യുന്നത്, വെളിപ്പെടുത്തുന്നത്? ദൈവം അല്ലെങ്കിൽ നമ്മൾ പല ഭാഷയിൽ പല സംസ്കാരത്തിൽ പറയുന്നു ഹയർ കോൺഷ്യൻസ്, അല്ലെങ്കിൽ ഉയർന്ന അവബോധം, അല്ലെങ്കിൽ പ്രപഞ്ചബോധം, സകല സൃഷ്ടികളുടെയും ഉടയവൻ, സൃഷ്ടാവ് എന്നെല്ലാം പല രീതിയിൽ നമ്മൾ വിളിക്കുന്ന അത് നമ്മുടെ മനസ്സിൽ കാണണം. ആ ഒരു ഇതിലെയാണ് നമ്മൾ ദൈവം അല്ലെങ്കിൽ ഗോഡ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. നമുക്കൊരിക്കലും ഒരു 3 അക്ഷരത്തിൽ ഗോഡ് അല്ലെങ്കിൽ ദൈവം എന്നുള്ള ചെറിയ രീതിയിൽ അത്രയും വലിയ ഒരു അംശം മനസ്സിലാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ആ പ്രപഞ്ചബോധത്തെ അല്ലെങ്കിൽ ഹയർ സെൽഫിനെ അല്ലെങ്കിൽ ഹയർ കോൺഷ്യൻസിനെ നമ്മളോട് വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആയിട്ടുള്ള ഒരു വിറ്റ്നസ്, ഒരു സാക്ഷിയായിട്ട് പെൻഡുലം മാറാറുണ്ട്. അതൊരിക്കലും ഒരു അധികാരത്തിൻ്റെ ചിഹ്നമല്ല പെൻഡുലങ്ങൾ. അതിന് മറിച്ച് അത് ഒരു ഉപകരണം, നമുക്ക് വേണ്ടി ചില ദൈവികമായ സത്യങ്ങൾ അല്ലെങ്കിൽ ദൈവികമായ കമ്മ്യൂണിക്കേഷനുകൾ നമ്മളോട് വെളിപ്പെടുത്തുന്ന ഒരു ഉപകരണം എന്ന രീതിയിൽ, ഒരു വിറ്റ്നസ് എന്ന രീതിയിൽ കാണുക. ഇതിൽ നമുക്ക് സ്ക്രിപ്റ്റേഴ്സ് എപ്പോഴും ഒരു അധികാരം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ബൈബിൾ ബേസ്ഡ് പെൻഡുലം എടുക്കുമ്പോൾ ബൈബിളിനെ നമ്മൾ എപ്പോഴും എടുക്കുന്നത്. ബൈബിൾ പ്രിൻസിപ്പിൾസ്, ബൈബിളിൽ എഴുതിയിട്ടുള്ള ചില ആധികാരികമായ അല്ലെങ്കിൽ അതോറിറ്റി വരുന്ന ചില കാര്യങ്ങളെ നമ്മൾ മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഹീലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പെൻഡുലം ഉപയോഗിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നേരത്തെ പറഞ്ഞ പോലെ ഹോളി സ്പിരിറ്റ് ആണ് അതിൻ്റെ നമുക്കുള്ള ഗൈഡ്, നമുക്കുള്ള സ്പിരിച്വൽ ഗൈഡൻസ് നൽകി തരുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. ഹോളി സ്പിരിറ്റായുള്ള കമ്മ്യൂണിക്കേഷൻസ്, അത് എൻ്റെ മറ്റ് കോഴ്സുകൾ പഠിച്ചവർക്കറിയാം. നമ്മൾ പെൻഡുലത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ പെൻഡുലം സ്റ്റക്കായി നിൽക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ പെൻഡുലത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നിങ്ങളിലേക്ക് വരുന്ന ചില റെവലേഷൻ അല്ലെങ്കിൽ വെളിപ്പാടുകൾ, അല്ലെങ്കിൽ ചില മെസ്സേജുകളുടെ സോഴ്സ് അത് പ്യുവർ ആണോ എന്നെല്ലാം ചോദിക്കാൻ പഠിപ്പിക്കുന്നതിൻ്റെ ബേസ് ഇതാണ്. നമുക്ക് നൽകി തരുന്ന അല്ലെങ്കിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതെല്ലാം ദൈവികമാണ്, അതിൻ്റെ മാർഗനിർദ്ദേശകൻ ഹോളി സ്പിരിറ്റ് ആണ് എന്നുള്ള ബോധ്യം നമ്മളിലേക്ക് വരേണ്ടതും അതിനെ കൺഫേം ചെയ്യേണ്ടതും ആവശ്യമാണ്. ഡെഡിക്കേറ്റിംഗ് ഈച്ച് സെഷൻ ടു ദി ഹോളി സ്പിരിറ്റ്, എല്ലാ സെഷനുകളും നമ്മൾ ഹോളി സ്പിരിറ്റിൽ സമർപ്പിക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് നമ്മളൊന്ന് സറണ്ടർ ചെയ്യുവാനായിട്ട് നമ്മൾ പറയുന്നുണ്ട്. സെഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇത് ഏറ്റവും ഉയർന്ന നന്മയ്ക്കായിട്ട് ഇത് ചെയ്യുന്നു. ഏതൊരു വ്യക്തിയുടെയും അല്ലെങ്കിൽ ചെയ്യുന്ന വ്യക്തിയുടെയും ക്ലയൻറ്റിൻ്റെയും ഹീലറിൻ്റെയും എല്ലാവരുടെയും ഉന്നതമായ നന്മയ്ക്കായിട്ടാണ് പെൻഡുലം കമാൻഡുകൾ അല്ലെങ്കിൽ പെൻഡുലം സജഷനുകൾ അഥവാ പെൻഡുലം പ്രയറുകൾ നമ്മൾ ചെയ്യുന്നത്. അതിന് കാരണം ഹോളി സ്പിരിറ്റ് എപ്പോഴും ക്രിയേറ്റീവാണ്, നന്മയുടെയാണ്, സത്യത്തിൻ്റെയാണ്, അത് പ്രകാശത്തിൻ്റെയാണ്. അപ്പോൾ അതിലൊരിക്കലും അരുതാത്ത കാര്യങ്ങൾ പറയുവാൻ, ഒരാളെ നശിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഒരാൾക്ക് നാശം ഭവിക്കുവാനുള്ള ചിന്തയിൽ പോലും പെൻഡുലം പിടിച്ചുകൊണ്ട് പറയാൻ പാടില്ല. എല്ലാം നന്മയ്ക്ക് വേണ്ടി
നന്മയുടെ വളർച്ചയ്ക്കായിട്ട് എന്ന രീതിയിലായിരിക്കണം പെൻഡുലങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരു പ്രെയർ ഡിക്ലറേഷൻ ഞാൻ പറയാം. ഹോളി സ്പിരിറ്റ്, I dedicate this session to you. Let this pendulum reflect only your truth, never deception. Let every movement glorify Jesus Christ and bring healing according to God's will. Amen. പവിത്രാത്മാവിനോട് അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റിനോട് പറയുന്ന ഒന്നാണ്. ഐ ഡെഡിക്കേറ്റ്, ഞാനിത് സമർപ്പിക്കുന്നു, ഈ സെഷൻ സമർപ്പിക്കുന്നു. പെൻഡുലം നിങ്ങളുടെ അല്ലെങ്കിൽ ആ ദൈവികതയുടെ സത്യത്തെ മാത്രം റിഫ്ലക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ പ്രൊജക്റ്റ് ചെയ്യണം. ഒരു തരത്തിലുള്ള ഡിസെപ്ഷനും ഇടയാക്കാതെ എല്ലാ പെൻഡുലത്തിൻ്റെ മൂവ്മെൻറ്റ്സുകളും യേശു ക്രിസ്തുവിനെ ഗ്ലോറിഫൈ ചെയ്യുന്നു. കാരണം ഇവിടെ ഒരു ഹീലർ ഈസ് എ ജീസസ് ക്രൈസ്റ്റ് എന്ന കൺസെപ്റ്റിൽ യേശു ക്രിസ്തു ചെയ്ത ഹീലിങ്സിൻ്റെ ഒരു മോഡൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചു വരുന്നത്. അതിൻ്റെ ഗ്ലോറിഫൈ, യേശുക്രിസ്തുവിൻ്റെ ഗ്ലോറിഫൈ, മഹത്വവൽക്കരിക്കുന്ന അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് മഹത്വം നൽകുന്ന രീതിയിൽ ഉള്ള ഒരു മൂവ്മെൻറ്റ്സ് ആയിരിക്കണം. അതായത് എൻ്റെ വാക്കും പ്രവൃത്തിയും പെൻഡുലം റിഫ്ലക്റ്റ് ചെയ്യേണ്ടത് ഏറ്റവും നന്മയിലും സത്യത്തിലും വെളിച്ചത്തിലും അത് യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികളോട് സാമ്യമായതും യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെയും യേശുക്രിസ്തുവിനെയും മഹത്വവൽക്കരിക്കുന്ന രീതിയിലുമുള്ള പ്രവർത്തനങ്ങളായിരിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ആ വില്ലിനെ, ദൈവത്തിൻ്റെ ആ താല്പര്യത്തിനെയാണ് നമ്മൾ ഇവിടെ ഒരു പ്രാർത്ഥനയായിട്ട് ഹോളി സ്പിരിറ്റിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അതുപോലെ എല്ലാ പെൻഡുലം കമാൻഡുകളും അല്ലെങ്കിൽ പെൻഡുലം അഫർമേഷൻസുകൾ, സജഷൻസ് എല്ലാം തന്നെ ബൈബിൾ സ്ക്രിപ്റ്റേഴ്സിൽ, ബൈബിളിലുള്ള വാക്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി വേണം പറയേണ്ടത്. നേരത്തെ പറഞ്ഞ സ്ക്രിപ്ചറൽ സപ്പോർട്ട്, അതിൻ്റെ വേർഡ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകൾ എന്ന് പറയുന്ന ആ ശക്തിയുടെ അല്ലെങ്കിൽ ആ ദൈവിക ശക്തിയുടെ ഇൻകോർപ്പറേഷനും കൂടി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സംയോജനം കൂടിയാണ് നമ്മുടെ പെൻഡുലം കമാൻഡുകളിൽ അല്ലെങ്കിൽ പ്രെയറുകളിൽ, സജഷനുകളിൽ വരേണ്ടത്. ഉദാഹരണത്തിന് ഒരു എനർജി ഫ്ലോ നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ, ചക്രങ്ങളിലുള്ള എനർജി ഫ്ലോ നമ്മൾ ചെയ്യുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിൾ ആയിരിക്കും, ദ നെയിം ഓഫ് ജീസസ് റിവീൽ വെയർ ഇംബാലൻസ് എക്സിസ്റ്റ്. ഇവിടെ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ പേരിനെ നമ്മൾ ഉപയോഗിക്കുകയാണ്. ദ നെയിം ഓഫ് ജീസസ് റിവീൽ വെയർ ഇംബാലൻസ്, എവിടെയെല്ലാമാണ് ചക്രകളിലുള്ള ഇംബാലൻസുകൾ നിലനിൽക്കുന്നതെന്ന് വെളിപ്പെടാൻ വേണ്ടി നമ്മൾ പെൻഡുലം പിടിച്ച് പറയുന്ന കമാൻഡ് യേശുക്രിസ്തുവിൻ്റെ ദ നെയിം ഓഫ് ജീസസ് എന്നുള്ള ആ ഒരു വാക്യം ചേർത്ത് പറയുന്നത് എപ്പോഴും നന്നായിരിക്കും. അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ ഹീലിങ്ങിന് വേണ്ടി, ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി പെൻഡുലം പിടിച്ചുകൊണ്ട് പറയുമ്പോൾ ബൈ ഹിസ് സ്ട്രൈപ്സ് എപ്പോഴും ഉപയോഗിക്കാവുന്ന, ഏതൊരു ഹീലിങ്ങിന് ഉപയോഗിക്കാവുന്ന ഒരു സെൻറ്റൻസ് ആണ് ബൈ ഹിസ് സ്ട്രൈപ്സ് എന്ന് പറയുമ്പോൾ ജീസസ് ക്രൈസ്റ്റ് ഏറ്റ മുറിവുകൾ, ആ മുറിപ്പാടുകൾ, ലെറ്റ് ദിസ് ബോഡി ബി റെസ്റ്റോർഡ് എന്ന് പറയാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യെശയ്യാവ് പറയുന്ന പഴയ നിയമത്തിൽ ബുക്കുണ്ട്, ആ ബുക്കിൽ 53 നമുക്കൊന്ന് വായിച്ചിട്ട് പോകാം. പഴയ നിയമത്തിൽ യെശയ്യാവ്, ഇംഗ്ലീഷിലാണെങ്കിൽ ഐസയ, അതിൻ്റെ 53 53:5 നമുക്കൊന്ന് വായിക്കാം. ഒരു ഹീലിങ്ങിന് വേണ്ടി വളരെ പവർഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഐസയ 53 വേർഡ്സ് 5. ആരെങ്കിലും കിട്ടിയിരുന്നോ? ബൈബിളിൻ്റെ ഏകദേശം ഒരു മധ്യഭാഗത്തായിട്ട് വരും. യെശയ്യാവ്
53 അതിൻ്റെ 5. ആരെങ്കിലും വായിക്കുന്നുണ്ടോ? മൈക്ക് എല്ലാവരുടെ മ്യൂട്ടാണ്. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമൊന്നും ഇരിക്കുന്നു. താങ്ക് യു. യേശുക്രിസ്തുവിൻ്റെ നാമം അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പേര് എന്തിനാണ് ഒരു ഹീലിങ്ങിന് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, സർവ മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ടൊരു ബലി നടന്നു കഴിഞ്ഞു. ആ ബലിയുടെ ഒരു ഓർമ്മ നമ്മളിവിടെ പറയുന്നതാണ്. എന്തിനു വേണ്ടി? യേശുക്രിസ്തു ചെയ്ത, താൻ സ്വയം ചെയ്ത തെറ്റിനുള്ള ശിക്ഷയല്ല ഏറ്റുവാങ്ങിയത്, മറ്റൊരുവൻ്റെ ശിക്ഷ അദ്ദേഹം എടുത്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ട്. അപ്പോൾ ഒരു നിരപരാധിയായ വ്യക്തിയുടെ ശിക്ഷ, നമുക്കറിയാം ഒരു തെറ്റിന് ഒരു പ്രാവശ്യമേ ശിക്ഷിക്കാൻ പാടുള്ളൂ, അതാണ് നിയമം. അപ്പോൾ തെറ്റ് ചെയ്യാത്തൊരു വ്യക്തി എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ എനിക്കിനി ശിക്ഷയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ആ മുറിപ്പാടുകൾ, എനിക്കടിക്കേണ്ട മുറിപ്പാടുകൾ അദ്ദേഹം വഹിച്ചതുകൊണ്ട് ഞാൻ ഇനി കടക്കാരനല്ല, എൻ്റെ ഡെപ്റ്റ് അദ്ദേഹം ഏറ്റെടുത്തു. നമ്മൾ ജാമ്യം നിൽക്കുക എന്ന് പറയുന്ന പോലെ, ഒരു വ്യക്തിക്ക് ഒരു ജാമ്യം നിന്നാൽ ആ വ്യക്തി കാശടച്ചില്ലെങ്കിൽ ഉത്തരവാദി ആരാണ്? ജാമ്യം നിന്ന വ്യക്തിയാണ്. അപ്പൊ ആ വ്യക്തി പറയും ഞാൻ കാശെടുത്തിട്ടില്ല, മറ്റേയാളെ എടുത്തെന്ന് പറഞ്ഞാലും നമ്മുടെ ഇന്നത്തെ നിയമ സംവിധാനത്തിൽ ജാമ്യം നിന്ന വ്യക്തിയെ പിടിക്കും, അയാളാണ് കൊടുക്കാൻ ബാധ്യസ്ഥൻ എന്ന് പറയുന്ന തരത്തിൽ ഉള്ള ഒരു ക്രയവിക്രയമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട സമാധാനം, നമ്മുടെ ലഭിച്ച സമാധാനം യേശുക്രിസ്തുവിൻ്റെ മേൽ ശിക്ഷയായിട്ട് വഹിച്ചതിൻ്റെ കാരണത്താലാണ്. അതുകൊണ്ടാണ് ബൈ ഹിസ് സ്ട്രിപ്സ്, അവൻ്റെ മുറിപ്പാടുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ബട്ട് ഹി വാസ് വൂണ്ടഡ് ഫോർ അവർ ട്രാൻസ്ഗ്രഷൻസ്, ഹി വാസ് ക്രഷ്ഡ് ഫോർ അവർ ഇനിക്വിറ്റീസ്, അപ്പോൺ ഹിം വാസ് ദ chastisement that brought us peace, and with his stripes we are healed. അപ്പോൾ അതാണ് നമ്മൾ ലാസ്റ്റ് ആ ഭാഗമാണ്, ഹിസ് സ്ട്രൈപ്സ് വി ആർ ഹീൽഡ്. അവനിൽ ഏറ്റ മുറിവുകൾ, അവനിൽ ഏറ്റ മുറിപ്പാടുകൾ നമ്മുടെ സൗഖ്യത്തിനായി തീർന്നിരിക്കുന്നു. ഞാൻ അത്രയും വ്യക്തമായിട്ട് പറഞ്ഞത് ആ കമാൻഡ് പറയുമ്പോൾ ആ കമാൻഡിൽ ഉണ്ടാകുന്ന എനർജി അല്ലെങ്കിൽ ആ ശക്തി എന്ന് പറയുന്നത് ഇതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മൾ പെൻഡുലം പിടിച്ചുകൊണ്ട് ഫിസിക്കൽ ഹീലിങ്ങിന് പറയുമ്പോൾ ബൈ ഹിസ് സ്ട്രൈപ്സ് ലെറ്റ് ദിസ് ബോഡി ബി റെസ്റ്റോർഡ്. ഏതു വ്യക്തിയുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെൻഡുലം കമാൻഡ് പറയുന്നത്? ആ വ്യക്തിയുടെ ശമനം കിട്ടുന്നത് ഒരിക്കലായിട്ട് യേശുക്രിസ്തു എടുത്തു മാറ്റിയ അല്ലെങ്കിൽ താൻ വഹിച്ച ആ ശിക്ഷയുടെ പരിണത ഫലമായിട്ടുള്ള സമാധാനം നമ്മളിലേക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയിലേക്ക് വരുന്നു. മറ്റൊന്നാണ് ഇമോഷണൽ റിലീസ്. ഇതുപോലെ തന്നെയാണ് ലോർഡ് റീപ്ലേസ് ഫിയർ വിത്ത് യുവർ പെർഫെക്റ്റ് ലവ്. ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ലവ്, സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭയങ്ങളെയും സ്നേഹത്താൽ നമുക്ക് അതിനെ, നമ്മൾ മുൻകാലങ്ങളിൽ പഠിച്ചു, എല്ലാ ഇമോഷൻസിനെയും ചേഞ്ച് ചെയ്യാൻ പഠിച്ചു. ഫ്രീക്വൻസി, ഇവിടെ ഫ്രീക്വൻസി ഓഫ് ലവിലേക്ക് കൊടുക്കുന്നത് അതിൻ്റെ റെഫറൻസ് 1 യോഹന്നാൻ, കുറച്ച് ലേഖനങ്ങൾ പുതിയ നിയമത്തിൽ കാണാം. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ എളുപ്പത്തിൽ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പേജിൽ നിങ്ങൾ നോക്കിയാൽ ബുക്കുകളുടെ പേരും അധ്യായങ്ങളുടെ പേരും നിങ്ങൾക്ക് പേജ് നമ്പറുകളും കാണാം. പക്ഷെ ഓരോ ബൈബിളിൻ്റെ വ്യത്യാസ പേജ് കാണും. നിങ്ങൾ പുതിയ നിയമം നോക്കുകയാണെങ്കിൽ
എൻ്റെ ഇതിൽ വരുന്ന 2331 പേജാണ്. എനിക്കറിയില്ല, എൻ്റെ പേജ് കൂടുതലുള്ളതാണ്, ഇംഗ്ലീഷും മലയാളം ഉള്ളതുകൊണ്ട് നിങ്ങളുടെ പേജുകൾ അറിയില്ല. ആ ഭാഗം നിങ്ങൾക്ക് എടുത്ത് നോക്കാം. 1 പീറ്റർ, 2 പീറ്റർ, അല്ലെങ്കിൽ 1 പത്രോസ്, 2 പത്രോസ് കഴിഞ്ഞിട്ട് 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ എന്ന് പറഞ്ഞ് കാണാം. ഇതിലെല്ലാം ലേഖനങ്ങൾ എന്നാണ്, അല്ലെങ്കിൽ എഴുത്തുകൾ, ഓരോ വ്യക്തികളെയും അല്ലെങ്കിൽ ഓരോ കൂട്ടത്തിനും വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള കത്തുകളാണ്. അതിൽ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ 18-ാം വാക്യം. യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 18 വാക്യം. കിട്ടിയോ? കിട്ടി. വായിക്കാമോ? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? 1 യോഹന്നാൻ 4-ന്റെ 18 4:18 സാറേ. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനം ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. ഓക്കെ, ഇത് ഭയവും സ്നേഹവും കുറിച്ച് വ്യക്തമാക്കുന്നതാണ്. 1 യോഹന്നാൻ, യോഹന്നാന്റെ സുവിശേഷമുണ്ട്, അത് വലിയൊരു അധ്യായങ്ങളാണ്. ഇത് ചെറിയ ചെറിയ അധ്യായങ്ങളായിട്ട് എഴുതിയിട്ട് 1 യോഹന്നാൻ 2. ഞാൻ വായിച്ചത് പത്രോസിന്റെ ആയിപ്പോയി. കുഴപ്പമില്ല. അപ്പോ അത് 18 ഒന്നുകൂടി വായിക്കാം. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനം എന്ന് പറഞ്ഞ ശിക്ഷ ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. ഇപ്പോ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളിൽ എത്ര പേര് പേടിയുള്ളവരുണ്ട്? ഏത് തരത്തിലുള്ള പേടിയാണെങ്കിലും, മുല്ലപ്പെരിയാർ പൊട്ടുമെന്നുള്ളതും ഭയം തന്നെയാണ്, നാളെ ഫീസ് അടയ്ക്കാൻ പറ്റില്ല എന്നുള്ളതും ഭയം തന്നെയാണ്, കടക്കാരൻ വന്ന് ചോദിക്കുന്നുള്ളതും ഭയമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഭയമുണ്ടോ നിങ്ങളില്? മധു, ഭയം ഉണ്ടോന്ന് ചോദിച്ചു. ഏതെങ്കിലും ഭയമുണ്ട് സർ. ആ ഭയം ഉണ്ടെങ്കിൽ നിങ്ങളിൽ സ്നേഹമില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കാരണം ഭയത്തിന്റെ, ഫിയറിന്റെ ഫ്രീക്വൻസി എത്രയാണ്? മറന്നുപോയോ? എത്രയാ? 20 ഹെർട്സ്. ഇല്ല, 20 ഹെർട്സ് ഷെയിമാണ്. ഫിയർ 100 ആണ്. 100, 150 ഉള്ളിൽ നിൽക്കും, 200 താഴെ നിൽക്കും. അപ്പൊ സ്നേഹത്തിന്റെ ഫ്രീക്വൻസി എത്രയാ? 700. നമ്മളെപ്പോഴും പറയുന്നതാണ് സ്നേഹത്തിന്റെ 500 അബവ്. ഇല്ല, 500 അബവ് വരുന്നത് പീസാണ്, സമാധാനം. 400 to 450 ആണ് സ്നേഹത്തിന്റെ ഫ്രീക്വൻസി ഏകദേശം. അപ്പോ അതാണ് ഇവിടെ ബൈബിള് പറയുന്നത്, ഭയപ്പെടുന്നവനിൽ സ്നേഹമില്ല. നമ്മൾ വളരെ സയന്റിഫിക് ആയിട്ട് എനർജി ഫ്രീക്വൻസികൾ പഠിച്ചിട്ടുണ്ട്. എനർജിയുടെ ഫ്രീക്വൻസി നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറയുമ്പോൾ ബൈബിള് പറയുന്ന സത്യം ഇതാണ്. എന്താണ് അതൊന്നുകൂടി വായിച്ച്, ഞാൻ പറയണല്ലേ, സ്നേഹത്തിൽ ഭയമില്ല. ഇപ്പൊ നിങ്ങള് ലവിലാണെങ്കിൽ അവിടെ ഒരു ഫിയറും ഇല്ല. ഫിയർ ഉണ്ടെങ്കിൽ നിങ്ങളിൽ സ്നേഹമില്ല, ആ ഫ്രീക്വൻസി ഇല്ല. അപ്പൊ നമ്മളൊരു വ്യക്തിയെ ഹീൽ ചെയ്യുമ്പോൾ, ഇമോഷൻ ഹീൽ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ചക്രകളിലേക്ക്, ഹാർട്ടിലേക്ക്, അല്ലെങ്കിൽ തേടയിലേക്ക് എല്ലാം നമ്മൾ എനർജി പെൻഡുലത്തിൽ നമ്മൾ എനർജി കമാൻഡുകൾ പറയും. പക്ഷെ എന്തുകൊണ്ടാണ് ആളുകളിലേക്ക് ആ ലവ് എനർജി അല്ലെങ്കിൽ സ്നേഹം ലഭിക്കാത്തതെന്ന് ചോദിച്ചാൽ, അവരിൽ കിടക്കുന്ന സ്ഥായിയായ ഒരു ഭയം കിടപ്പുണ്ട്. ഏതെങ്കിലും കാരണങ്ങളെ കുറിച്ചായിരിക്കാം. അപ്പൊ ആ ഭയം കിടക്കുമ്പോൾ സ്നേഹത്തിന് കയറാൻ പറ്റുമോ? ഇല്ല, കയറാൻ പറ്റില്ല. അതാണ് അതിന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ ഭയം മാറ്റിയാൽ മാത്രമാണ്
സ്നേഹത്തിന് കയറാൻ പറ്റുള്ളൂ. രണ്ടും കൂടി ഒരുമിച്ചിരിക്കില്ല. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് സ്നേഹം കൊടുത്താൽ ഭയം പൂർണ്ണമായിട്ടും പോകണം. അതാണ് നമ്മൾ ചെയ്യുന്ന ഹീലിങ്ങിൻ്റെ റിസൾട്ട്. നമുക്കറിയാൻ പറ്റും, ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്കറിയാം ആ വ്യക്തി ഭയം വിട്ടുമാറുന്ന ആളായിരിക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ല, എന്താ കണ്ടത്? ഒരു ദുരാത്മാവ് ഒരാളെ ബാധിച്ചിട്ട് ആ ദുരാത്മാവിനെ ആ വ്യക്തിയിൽ നിന്ന് അകറ്റി കളഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ് ആരും 7 ദുരാത്മാക്കൾ കൂടെ വരുന്നു. അതെ, അതെങ്ങനെ സംഭവിക്കുന്ന? ഈ ഒഴിവാക്കപ്പെട്ട ദുരാത്മാവ് വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ, വരണ്ട പ്രദേശങ്ങളിൽ തണുപ്പന്വേഷിച്ച് നടന്ന് ലഭിക്കാതെ അതിനെ പുറത്താക്കിയ ആ വ്യക്തിയിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്താ കാണുന്നത്? 7 ദുരാത്മാക്കൾ കൂട്ടി വരുന്നത്. അല്ല, അങ്ങനെയല്ല. അതിന് കാരണമുണ്ട്. എന്താണ് കാരണം? വീട് അലങ്കരിച്ചും വൃത്തിയായിട്ടും കിടക്കുന്നത് കാണും, അല്ലേ? അതെ. അങ്ങനെ കണ്ടിട്ടാണ് 7 പേരെ കൊണ്ടുവരുന്നത്. ഞാൻ ഒറ്റയ്ക്കിന് കയറണില്ല. കാരണം വളരെ വൃത്തിയായിട്ടുണ്ട്, വളരെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നേക്കാളും ശക്തി കൂടിയ മറ്റ് 7, അപ്പോൾ മൊത്തത്തിൽ 8 എണ്ണങ്ങളാണ് കയറി വരുന്നത്. ഒന്ന് പോയിട്ട് പിന്നെ വസിക്കാൻ വരുന്നത് ആ പോയതും തന്നേക്കാളും ദുഷ്ടതയേറിയ 7 കൂടിയാണ് വസിക്കാൻ വരുന്നത്. അതിന് കാരണം ഈ പേടി മാറി അവിടെ സ്നേഹം വരണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ സംശയം ചോദിക്കുക. ഇനി അതിന്റെ താഴത്തേക്ക് വായിക്കുകയാണെങ്കിൽ വളരെ നല്ലതാ. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ആരാകുന്നു? ഒന്ന് വായിക്കാമോ? കള്ളനാകുന്നു. ഓക്കെ. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ചിലർ പറയും ഞാൻ ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്നു എന്ന് പറയുകയും വ്യക്തികളെ നമ്മൾ വെറുക്കുകയും ചെയ്യും. ഇത് രണ്ടും കൂടി നടക്കുമോ? ശകാരിക്കുക, വഴക്ക് പറയുക എന്നുള്ള ഭാവങ്ങൾ വ്യത്യാസമാണ്. സ്നേഹിക്കാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്നേഹമുള്ളവർക്ക് പരിഭവം ഉണ്ടാവും, പിണക്കങ്ങൾ ഉണ്ടാവും, ഇണക്കങ്ങൾ ഉണ്ടാവും, വാശി ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. യഥാർത്ഥത്തിൽ സ്നേഹമില്ലെങ്കിലും അവൻ എന്ത് സംഭവിച്ചാലും എനിക്ക് യാതൊന്നുമില്ല, അവനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് വേവലാതി ഇല്ല, അല്ലെങ്കിൽ അവനുണ്ടാവുന്ന നഷ്ടങ്ങൾ എനിക്ക് യാതൊരു വിധത്തിലും ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ള കഠിനമായിട്ടുള്ള ഹൃദയത്തോടു കൂടിയിരിക്കുന്ന വ്യക്തികൾ. അപ്പൊ അവരെങ്ങനെ ദൈവത്തെ സ്നേഹിക്കും? കാരണം ദൈവം സ്നേഹമാണ്. ആ ഇക്വേഷൻ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ എല്ലാത്തിനെയും സ്നേഹിക്കുവാനായിട്ട് പഠിക്കണം. എല്ലാ സൃഷ്ടികളെയും, ജീവജാലങ്ങളെയും, വ്യക്തികളെയും, ജന്മം തന്നവരെയും, എല്ലാ ഗുരുക്കന്മാരെയും, നമുക്ക് ദ്രോഹം ചെയ്തവരെയും എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോഴാണ് നമ്മളിൽ ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്താ? ഇവിടെ പറയുന്നത് കള്ളനാണെന്നാണ്. ദൈവത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു, പ്രപഞ്ചബോധത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റ് വ്യക്തികളെ നമ്മൾ വെറുത്താൽ അതിൻ്റെ അർത്ഥം ഞാൻ കള്ളനാണെന്നാണ്, അല്ലേ? ഞാൻ ആരെങ്കിലും വെറുത്താൽ എന്തായിത്തീരും? വലിയ പ്രശ്നമാണ് ബൈബിൾ എടുത്തുകൊണ്ട് നമ്മളിത് ചെയ്യാൻ. കാരണം ഇതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കത്തിയോണ്ട് കീറണ പോലെയാണ്, അല്ലേ? വളരെ നമുക്ക് എല്ലാവർക്കും പറയാം. ഇപ്പൊ നിങ്ങളോട് എല്ലാവരോടും ചോദിച്ചാൽ പറയും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ എല്ലാവരും പറയും ദൈവത്തെ സ്നേഹിക്കുന്നു, അല്ലേ? ആരെങ്കിലും ദൈവത്തെ സ്നേഹിക്കാത്തവരുണ്ടോ? ആരെങ്കിലും ഇനി നിരീശ്വരവാദികളുണ്ടോ?
ഉണ്ടെങ്കിലും എനിക്ക് വെൽക്കമാണ്. കാരണം അവരായിട്ട് സംസാരിക്കാൻ നല്ല കാര്യങ്ങളാണ്. എനിക്കറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാനും സംവാദങ്ങൾ എപ്പോഴും നമ്മളെ സഹായിക്കും. പക്ഷെ ഇവിടെ ദൈവവിശ്വാസികളായിട്ട് നിൽക്കുന്ന എല്ലാവരോടുമുള്ള ചോദ്യമാണ്, നിങ്ങൾ ആരെയെങ്കിലും വെറുക്കുന്നുണ്ടോ? അവിടെയാണ് പ്രശ്നം വരുന്നത്. കാരണം ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവത്തിന് മുഖപക്ഷമില്ല, പക്ഷപാതമില്ല. എല്ലാവരെയും, എല്ലാ സൃഷ്ടികളെയും, എല്ലാത്തിനും വേണ്ടുന്ന, പറയുന്ന എല്ലാ ജന്തുക്കൾക്കും എല്ലാ ജീവികൾക്കും വേണ്ടുന്നുള്ള ആഹാരം ദൈവം നൽകുന്നു. അപ്പം എല്ലാ സൃഷ്ടികളെയും എല്ലാവരും സ്നേഹിക്കുന്ന ദൈവത്തെ നമ്മൾ സ്നേഹിച്ചിട്ട് ദൈവം സ്നേഹിക്കുന്ന മറ്റൊരു വ്യക്തിയെ ഞാൻ വെറുത്താൽ വലിയൊരു ചോദ്യമാണത്. അവിടെ ഞാൻ ആരാകുന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ തന്നെ ഒന്ന് എക്സാം ചെയ്യുക, പരിശോധിക്കുക. ഞാൻ പണ്ട് പല ക്ലാസ്സുകളിലും ചെയ്യാറുണ്ട്. എന്നെ വെറുക്കുന്ന വ്യക്തികളുടെ ലിസ്റ്റ് എഴുതുക, ഞാൻ വെറുക്കുന്ന വ്യക്തികളുടെ ലിസ്റ്റ് എഴുതുക. മനഃപൂർവ്വമായിട്ട് നമ്മൾ ക്ഷമ ചോദിച്ച് ആ ലിസ്റ്റിലെ പേരുകൾ വെട്ടാനായിട്ട് എനിക്ക് എൻ്റെ ലിസ്റ്റിൽ ആരുമില്ല എന്നുള്ളത് പറയാനായിട്ടുള്ള ഒരു ആത്മാർത്ഥത നമ്മൾ കാണിക്കണം. അപ്പോഴാണ് നമ്മളിലുള്ള പരിശുദ്ധി വ്യക്തമാവുള്ളൂ. നമുക്ക് നിരപരാധിയും നിർദോഷമായിട്ട് നിൽക്കണം, യാതൊരു കടങ്ങളും ഇല്ലാതെ നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കള്ളനല്ലാതെ നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ കള്ളത്തരം ഉള്ളതുകൊണ്ടാണ് ഭയം പോവാത്തത്. അതുകൊണ്ടാണ് സ്നേഹം കടന്നു വരാത്തത്. ഓക്കെ, ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ബാക്കി നിങ്ങളുടെ സംശയങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഇത് നമ്മൾ ഇമോഷണൽ റിലീസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ യഥാർത്ഥമായ ദൈവിക സ്നേഹം നമ്മൾ സ്വീകരിക്കണമെങ്കിൽ ഭയം മാറിപ്പോണം. ഭയമില്ലാതാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരോടും എന്ത് ചെയ്യണം? സ്നേഹമായിട്ടിരിക്കണം. ആരോടും നമുക്ക് വെറുപ്പും അൺഫോർഗീവ്നെസ്, ക്ഷമയില്ലായ്മ പാടില്ല. മറ്റൊന്ന് ഡെലിവറൻസ്. പിശാചുക്കളിൽ നിന്നും ബാധകളിൽ നിന്നും എല്ലാം ഉള്ള ഒരു മോചനത്തിന് വേണ്ടി പറയുന്നതാണ്. നമ്മൾ പെൻഡുലം കമാൻഡായിട്ട് പറയുന്നതാണ് ഇൻ ജീസസ് നെയിം, യേശുവിൻ്റെ നാമത്തിൽ എവരി ചെയിൻ ആൻഡ് കേഴ്സ് ബി ബ്രോക്കൻ. എല്ലാ ശാപങ്ങളും എല്ലാ ചരടുകളും പൊട്ടിപ്പോകട്ടെ എന്ന് പറയുന്നത്. അതിലേക്കൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് വരാം. പ്രാക്ടിക്കൽ ക്ലാസ്സിലാണ് റിയൽ ഡെലിവറൻസും കാര്യങ്ങളും നമ്മൾ കാണേണ്ടത്. അതിനുള്ള സെഷൻസ് നമുക്ക് ചെയ്യാം. ഇനി യൂസിങ് ദ ബൈബിൾ വിത്ത് പെൻഡുലം, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബൈബിൾ വേർഡ്സുകളെ എങ്ങനെ പെൻഡുലം കമാൻഡുകളാക്കി ഓരോ കാര്യങ്ങൾക്ക്, ഡെലിവറൻസിന് വേണ്ടി, അല്ലെങ്കിൽ ഇമോഷണൽ ഹീലിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ ഫിസിക്കൽ ഹീലിങ്ങിന് വേണ്ടി എല്ലാം എങ്ങനെ ഉപയോഗിക്കുന്നുള്ള സാമ്പിൾസ് ആണ് നമ്മൾ ഇപ്പോൾ കണ്ടുപോയത്. നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റേഴ്സിൻ്റെ ഒന്ന്, നമ്മൾ പെൻഡുലം പിടിച്ചുകൊണ്ട് ചോദിക്കുന്നത്, ഹോളി സ്പിരിറ്റ് ഈസ് ദിസ് ദ വേർഡ് ഫോർ ടുഡേയ്സ് ഹീലിംഗ്. നമുക്ക് ഏതെല്ലാം ഭാഗമാണെന്നുള്ള ഒരു നിശ്ചയത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് ദൈവവചനമാണ് ഇന്നത്തെ ഹീലിങ്സിന് നല്ലതെന്ന് നമുക്ക് ഹോളി സ്പിരിറ്റിനോട് പെൻഡുലം കൊണ്ട് ചോദിച്ച് മനസ്സിലാക്കാം. പെൻഡുലം നമുക്ക് തരുന്ന ഗൈഡൻസ് ഹോളി സ്പിരിറ്റ് ഗൈഡൻസ് ആണ്. പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് പെൻഡുലത്തിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, അതിൻ്റെ ആക്യുറസി നമുക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചു എന്നുള്ള കാഴ്ചപ്പാടിൽ അബദ്ധങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ കൂടുതൽ വിശദമാക്കാം. അപ്പോൾ ഒന്ന് ചോദിക്കുന്നത്, ഇന്നത്തെ സെഷന് വേണ്ടിയ ദൈവവചനം ഏതാണെന്ന് ഹോളി സ്പിരിറ്റിനോട് ചോദിക്കുന്നു. നമ്മൾ പെൻഡുലത്തിൽ മറ്റു രീതിയിൽ ബൈബിളായിട്ട് ഇല്ലാത്ത രീതി പറയുന്നുണ്ട്. എന്നാൽ ഇത് ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ, ഇന്ന് ഇത് ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ ജനറൽ ക്വസ്റ്റ്യനെയർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതേ രീതിയിൽ തന്നെ ബിബ്ലിക്കലായിട്ട് നമ്മൾ ആ രീതിയിലേക്ക് മാറ്റപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. മറ്റൊന്ന്, ഈസ് ദിസ് സ്ക്രിപ്ചർ റിലീസിങ് ഹീലിംഗ് ഫോർ ദിസ് പേഴ്സൺ. ഈ സ്ക്രിപ്ചർ, ഈ ദൈവവാക്യങ്ങൾ ഹീലിംഗ്, അതായത് രോഗസൗഖ്യം ഈ വ്യക്തിക്ക് വേണ്ടി
പുറപ്പെടുവിക്കുന്നു എന്ന് നമുക്ക് ചോദിച്ച് വീണ്ടും നമുക്ക് അതിനെ നമ്മുടെ ചോദ്യത്തെ ബലപ്പെടുത്താം. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എപ്പോഴും നമ്മുടെ പെൻഡുലം നമ്മുടെ ആഗ്രഹങ്ങൾക്കല്ല, നമ്മുടെ താല്പര്യങ്ങൾക്കല്ല മുൻതൂക്കം, ദൈവികമായ താല്പര്യങ്ങൾക്കും ദൈവികമായ വചനങ്ങൾക്കും അടിസ്ഥാനമായിട്ടായിരിക്കും ആ പെൻഡുലം പ്രോഗ്രാം ചെയ്യപ്പെടുന്നത്. ഇനി കുറച്ച് ഗൈഡ് ലൈൻസ് പറയുകയാണെങ്കിൽ, ഒരിക്കലും പെൻഡുലം നിങ്ങൾ ഒരു പ്രാർത്ഥന ചെയ്യാതെ, ഒരു ദൈവികമായ ഹോളി സ്പിരിറ്റിനെ സബ്മിറ്റ് ചെയ്യാതെ ഒരിക്കലും പെൻഡുലം നിങ്ങൾ ഉപയോഗിക്കരുത്. ഫ്യൂച്ചർ ടെല്ലിംഗ്, ഭാവി പറയുവാനായിട്ട്, അതായത് ഫോർച്യൂൺ ടെല്ലിംഗ്, നാളെ നിങ്ങൾക്ക് ലോട്ടറി അടിക്കുമോ അല്ലെങ്കിൽ നാളെ നിങ്ങൾ എന്തായി തീരും എന്നുള്ള ഫോർച്യൂൺ ടെല്ലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെല്ലാം ആൾക്കാർക്ക് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. നാളെ ഞാൻ എന്തായി തീരും അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തികം എന്തായി തീരും എന്നുള്ള രീതിയിൽ നാളെക്കുറിച്ചുള്ള വളരെ ആകാംക്ഷ മനുഷ്യരിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഭാവി പ്രവചനങ്ങൾ ചെയ്യാതിരിക്കുക, ഫോർച്യൂൺ ടെല്ലിംഗ്. അത് നിങ്ങൾ ഒരിക്കലും ഒരാൾക്ക് വേണ്ടി ചെയ്യാതിരിക്കുക. ഹീലിംഗ് ആണ് നമ്മളിവിടെ, രോഗ സൗഖ്യങ്ങളാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻസ്. നാളെ നിങ്ങൾ എന്തായി തീരും എന്നുള്ള കാര്യങ്ങളല്ല പറയേണ്ടത്. അത് പറയാൻ നിങ്ങൾക്ക് സാധിക്കും, പക്ഷെ അത് പറയുമ്പോൾ അത് സെൽഫിഷിലേക്കും മറ്റ് പല ഡയമെൻഷനിലേക്കും കടന്നു പോകും. അതുകൊണ്ട് അത് പറയാതിരിക്കുക. മറ്റൊന്ന്, ഓൾവേസ് ക്ലോസ് വിത്ത് താങ്ക്സ് ഗിവിംഗ് ആൻഡ് സീൽ ദ സെഷൻ ഇൻ ജീസസ് നെയിം. എപ്പോഴും ഞാൻ പഠിപ്പിച്ചതുപോലെ എല്ലാത്തിനും ശേഷം നമ്മൾ സീല് ചെയ്യാൻ പറയുന്നുണ്ട്. ഇവിടെ സീല് ചെയ്യുമ്പോൾ അത് യേശുവിൻ്റെ നാമത്തിൽ സീല് ചെയ്യാനായിട്ട് ആ പേര് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നന്ദി പറയുക. നന്ദി നമ്മളെല്ലാം പറയാനായിട്ട് പരിശീലിച്ചിട്ടുണ്ട്. എന്തിനും നമ്മൾ പ്രപഞ്ചബോധത്തിന് നന്ദി പറയുന്നത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അത് ക്ലോസ് ചെയ്യുമ്പോൾ, സെഷൻസ് ക്ലോസ് ചെയ്യുമ്പോൾ അത് യേശുവിൻ്റെ നാമത്തിൽ ക്ലോസ് ചെയ്യുക. ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നമ്മൾ ആ സെഷൻ ആ കൺഫ്യൂഷനിൽ നിൽക്കാനായിട്ട് ഒരിക്കലും കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഏതെങ്കിലും ഹീലിംഗ് സെഷനിൽ ഇപ്പോൾ ഒരു ഡെലിവറൻസ് ആണ്, നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല, നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എങ്കിൽ ആ സെഷൻ അവിടെ വെച്ച് പെട്ടെന്ന് തന്നെ നിർത്തുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമുക്കുള്ളത്. ആ വ്യക്തത, ഇനി എന്ത് ചെയ്യണമെന്നുള്ള ഹോളി സ്പിരിറ്റിൻ്റെ ഗൈഡൻസ് ലഭിക്കുന്നത് വരെ നമ്മൾ പിന്നെ പെൻഡുലം ചെയ്യാതിരിക്കുക. മറ്റൊന്ന്, നമ്മൾ അതിൻ്റെ സമാപനത്തിൻ്റെ ഒരു ക്ലോസിംഗ് പ്രെയറിൻ്റെ മോഡൽ പറയാം. ലോർഡ്, താങ്ക് യു ഫോർ ഗൈഡിങ് ദിസ് ടൂൾ ആസ് എ വിറ്റ്നസ് ഫോർ യുവർ പവർ. ലെറ്റ് മൈ ഫെയ്ത്ത് റെസ്റ്റ് നോട്ട് ഇൻ ദ പെൻഡുലം ബട്ട് ഇൻ യുവർ വേർഡ് ആൻഡ് സ്പിരിറ്റ്. പ്രൊട്ടക്ട് മീ ഫ്രം എറർ ആൻഡ് ലെറ്റ് ഓൾ ഹീലിംഗ് ഗ്ലോറിഫൈ. ഇൻ ജീസസ് നെയിം, ആമേൻ. പറഞ്ഞോളൂ. ഇപ്പം പറഞ്ഞതിന് മുമ്പ് പറഞ്ഞ എന്താണെന്ന് പറയാമോ? ഇതിന് മുമ്പ് തൊട്ട് മുമ്പ് പറഞ്ഞത് ഗൈഡ് ലൈൻസ് പറഞ്ഞത്, അതായത് പ്രാർത്ഥന ഇല്ലാതെ പെൻഡുലം ഉപയോഗിക്കരുത്, അതല്ലേ ചോദിച്ചത്? അതെ 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 അതെ, പെൻഡുലം ഒരിക്കലും നമ്മളൊരു പ്രാർത്ഥന, സബ്മിഷൻ ഇല്ലാതെ നമ്മൾ ഒരിക്കലും ഇടുക. അതായത് നമ്മുടെ ഈഗോയില്, അഹങ്കാരത്തില് നമ്മുടെ ആ ഒരു സബ്മിഷൻ, ദൈവത്തോടുള്ള സബ്മിഷൻ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് ഹോളി സ്പിരിറ്റിൽ ആ സറണ്ടർ ചെയ്തിട്ടുള്ള ആ മനോഭാവത്തിലല്ലാതെ ഒരിക്കലും പെൻഡുലങ്ങൾ ഉപയോഗിക്കരുത്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് പിന്നെ പഠിക്കാം, ധാരാളം പഠിക്കാനുണ്ട് ഇതിൽ. അതുപോലെ മറ്റൊരു ഗൈഡ് ലൈനാണ്, നമ്മളിപ്പോൾ പെൻഡുലം ജ്യോതിഷം എന്ന് പറഞ്ഞ് ധാരാളം പെൻഡുലം ഉപയോഗിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ സ്റ്റുഡൻസിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബൈബിൾ ബേസ്ഡ് പെൻഡുലം ചെയ്യുമ്പോൾ അത് ഫോർബിഡൻ ആണ്. കാരണം നമുക്ക് ഭാവിയിൽ ഉണ്ടാകുന്നതിനെ കുറിച്ച് പറഞ്ഞ ആളുകളെ രസിപ്പിക്കുന്നതല്ല ആവശ്യം. ഇന്നത്തെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇന്ന് അധ്വാനിച്ചാൽ മാത്രമാണ് നാളത്തേക്ക് നമുക്ക് നന്മ വരികയുള്ളൂ. അപ്പോൾ ഒരു ഫോർച്യൂൺ ടെല്ലിങ്ങിൽ അല്ലെങ്കിൽ ഒരു ഭാവിയിലെ നല്ല കാര്യങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ പെൻഡുലത്തിൽ ചോദിച്ച് പറയുന്നത് എപ്പോഴും ആളുകളെ മടിയനാക്കാനും അഹങ്കാരികളാക്കാനും മറ്റെല്ലാം ഇടയായി തീരും. അതുകൊണ്ട് അധ്വാനശീലം അത്യാവശ്യമാണ്.
ഇവിടെ രോഗസൗഖ്യത്തിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ധാരാളം പ്രവാചകന്മാർ പറയുന്ന ആ മോഹിപ്പിക്കുന്ന, രസിപ്പിക്കുന്ന, ത്രസിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ പറയുന്നതെല്ലാം തന്നെ തെറ്റാണ്. അത് പെൻഡലത്തിൽ കൂടെ അറിയാൻ പറ്റും, പക്ഷെ അറിഞ്ഞ് പറയരുത് എന്നുള്ളതാണ് ഗൈഡ് ലൈൻ. അതുപോലെ തന്നെ നന്ദി പറഞ്ഞതുകൊണ്ടും സെഷൻ ഹീലിങ്ങിന് യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ് അതിനെ സീൽ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ സെഷൻസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒരു ഹീലറിന് ഉണ്ടായാൽ, ഇപ്പോൾ തുടക്കത്തിൽ ചെയ്തു വരുമ്പോൾ പല കൺഫ്യൂഷൻസ് ഉണ്ടാകാം, പല എനർജി അല്ലെങ്കിൽ ഡെലിവറൻസ് എല്ലാം നടക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥകൾ വരാം ആസ് എ ബിഗിനർ, പഠിച്ചു തുടങ്ങുന്നവർക്ക്. ആ സമയത്ത് നിങ്ങൾ സെഷൻ പെൻഡലം താഴെ വയ്ക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ദൈവാത്മാവിൻ്റെ ആ ഒരു ഗൈഡൻസ് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണോ ചോദിക്കാനുണ്ടായിരുന്നത്? ഓക്കെ. അപ്പം ഇതാണ് നമ്മൾ ബാൻ ചെയ്യുന്ന ഒന്ന് എന്ന് പറഞ്ഞാൽ ഭാവിയിലെ കാര്യങ്ങൾ, ഫോർച്യൂൺ, ഫ്യൂച്ചർ ടെല്ലിങ്, ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളും നന്മകൾ ഉണ്ടാവുന്നുള്ള ആ കാര്യങ്ങൾ നമ്മൾ ഇവിടെ വെക്കുന്നതിന്, അത് മറ്റു കാര്യങ്ങളിൽ കൂടുതൽ ഞാൻ പിന്നീട് അത് വിശദമാക്കാം. അത് നമ്മൾ ഇതിൽ ബാൻ ചെയ്യുകയാണ്. കാരണം അത് അറിഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് നിങ്ങളുടെ ക്ലയൻറ്റുകളോട് പ്രവർത്തിക്കാനാണ് പറയേണ്ടത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഭയമുണ്ടെങ്കിൽ സ്നേഹം വരില്ല. സ്നേഹം വന്ന് ഭയം മാറിപ്പോണം. അത് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരോടും ക്ഷമിക്കണം, എല്ലാവരോടും സ്നേഹിക്കണം. എല്ലാവരെയും സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ബാലൻസ് കൂട്ടണം. അത് ദൈവത്തിൽ നിന്ന് ധാരാളമായിട്ട് നിങ്ങൾ സ്നേഹം പ്രാപിക്കണം. അത് പ്രാപിക്കാൻ ഭയം മാറ്റണം. അപ്പോൾ ഇതൊരു പ്രത്യേക ഒരു ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് പെൻഡലം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെൻഡലം പഠിച്ചവർക്ക് അറിയാം, ഭയത്തെ മാറ്റാൻ പറ്റില്ലേ? ഭയത്തെ മാറ്റാൻ പറ്റും, തീർച്ചയായിട്ടും മാറ്റി. ഭയത്തെ മാറ്റി നമ്മൾ അവിടെ മറ്റ് സെൽഫിഷ് ആഡ് ചെയ്ത് എന്ത് പറ്റും? പറഞ്ഞോ, ഭയം മാറ്റി നമ്മൾ. അതാണ് ഫ്യൂച്ചർ ടെല്ലിങ് വരുന്നത്. നിങ്ങൾ വലിയ കാശുകാരനാവും, നിങ്ങൾ ബിസിനസ് ഭയങ്കരമായിട്ട് മാറും. അവിടെ മുഴുവൻ സെൽഫിഷും കാര്യങ്ങളാണ് കയറ്റുന്നത്. അതിന്റെ എനർജി ഏതായിരിക്കും? അതെ, അതായത് ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി ആയിട്ടുള്ള ഗ്രീഡ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ വെച്ച് കഴിയുമ്പോൾ അത് വളരെ അലങ്കരിക്കപ്പെടും. നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഓർക്കണം, ഒരു ദുരാത്മാവിനെ നമ്മൾ വിട്ടു, ഭയമൊക്കെ മാറ്റി, ആളെ നമ്മൾ റെഡിയാക്കി, ഇമോഷണൽ ഹീലിംഗ് ചെയ്തു. പക്ഷെ ആളുടെ നമ്മൾ ഭാവി പറഞ്ഞു, നിങ്ങൾ വലിയ പണക്കാരനാവും, ബിസിനസ് വലിയതാവും എന്നൊക്കെ പറഞ്ഞ് ഗ്രീഡ് കൊടുത്തു, അലങ്കരിച്ചു. കുറച്ച് ആളെ കഴിയുമ്പോൾ എന്ത് പറ്റും? പോയതും തിരിച്ചു വരും. അതിൻ്റെ കൂടെ 7 കൂടിയും വന്നിട്ട് പണ്ടത്തേക്കാളും മോശമായിട്ട് ആള് തീരുന്നത് ഇങ്ങനെയാണ്. പക്ഷെ അവിടെ നിങ്ങൾ റീപ്ലേസ് ചെയ്യേണ്ടത് സ്നേഹമാണ്, സമാധാനമാണ്, ഹയർ ഫ്രീക്വൻസികളാണ്. പണമില്ലെങ്കിലും സമാധാനം കൊടുക്കുക, രോഗം മാറിയില്ലെങ്കിലും സമാധാനവും സ്നേഹവും കൊടുക്കുക. അപ്പൊ പിന്നെ പോയത് തിരിച്ചു വരില്ല. അതാണ് നമ്മൾ ഹീലിംഗിന്റെ പ്രിൻസിപ്പിൾസ് പഠിക്കണം. പലപ്പോഴും ആളുകൾ കൊടുക്കുന്നത് ശുഭ പ്രതീക്ഷകൾ കൊടുത്താൽ ആളുകൾ നന്നായി വരും എന്നുള്ള രീതിയിലാണ് പലരും ഈ ഫ്യൂച്ചർ ടെല്ലിംഗ്, ഭാവി പ്രവചനം നടത്തുന്നത്. നിങ്ങളുടെ സ്ഥിതി ഇപ്പോൾ മോശമാണെങ്കിൽ ഇനി വരാനുള്ള സമയത്ത് നിങ്ങൾ വലിയ പണക്കാരനാവും എന്നൊക്കെ പറഞ്ഞ് ഗ്രീഡ്, ആസക്തികൾ കൊടുക്കും. പക്ഷെ അവരിൽ വേണ്ടതെന്നാണ് യഥാർത്ഥത്തിൽ അവരെല്ലാവരോടും ക്ഷമിച്ച്, അവർ കള്ളമില്ലാത്തവനായി ദൈവത്തെ അറിഞ്ഞ് എല്ലാവരെയും സ്നേഹിച്ച് അവർ സമാധാനത്തിലാകുമ്പോൾ ബാക്കിയല്ല. ഇതാണ് ബൈബിളിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ആദ്യം നിങ്ങൾ അവന്റെ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, ബാക്കിയെല്ലാം നിങ്ങളിൽ വന്നു ചേരും എന്നുള്ള അതിലാണ്. അപ്പൊ ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിച്ച് ആ സ്നേഹത്തിൽ സമാധാനത്തിലാവുമ്പോൾ നമുക്ക് ആവശ്യമെല്ലാം നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവും. ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു പ്രിൻസിപ്പിളാണ്. നമ്മളിലേക്കെല്ലാം വന്നു ചേരും.
വന്ന് ചേരാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തിൽ ദൈവത്തിലേക്ക് പോകരുത്. മറ്റൊന്ന്, നമ്മൾ എല്ലാം നമുക്ക് വരുന്നത് ദൈവികമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. 9:45 അടുത്ത ചാപ്റ്ററിലേക്ക് കയറണോ അതോ ഇതിൽ നിർത്തി പോണോ? ഈ ചാപ്റ്ററിൽ ഏതെങ്കിലും വളരെ ചെറിയ ചെറിയ ചാപ്റ്റർ ആയിട്ടാണ് ഞാൻ എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. കുറേ നമ്മൾ ബൈബിൾ വചനങ്ങളും കുറേ കാര്യങ്ങളും പറഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രാക്ടിക്കൽ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു പോകാമെന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇമോഷൻ ഹീലിങ്ങിൽ ഫിയർ പോകണം? ഫിയറാണ് ഏറ്റവും വലിയ പ്രശ്നം. ഫിയർ മാറണമെന്നുണ്ടെങ്കിൽ സ്നേഹം വേണം. അതാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. ദൈവികമായ സ്നേഹം വേണം. ദൈവികമായ സ്നേഹം ലഭിക്കണമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ മറ്റു വ്യക്തികളോട് വിരോധം വെച്ച് പുലർത്താൻ പാടില്ല. നമ്മളെല്ലാവരോടും സ്നേഹത്തിലേക്ക് വരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ആ വ്യക്തിയെക്കുറിച്ചുള്ള വെറുപ്പ് നമ്മൾ ഹൃദയത്തിൽ വരാത്ത രീതിയിൽ നമ്മൾ ആ വ്യക്തിയോട് ക്ഷമ ചോദിച്ച് നമ്മൾ ക്ഷമ സ്വീകരിച്ച്, വലിയ പാടുള്ള കാര്യമാണ്, എളുപ്പമല്ല, പക്ഷെ നമ്മുടെ പെൻഡുലം അതിനെ ഹെൽപ്പ് ചെയ്യും. ഒരു വ്യക്തിയോടുള്ള വെറുപ്പ് കുറയ്ക്കുവാനായിട്ട് നമുക്ക് പെൻഡുലത്തിൽ പറഞ്ഞാൽ അതിൻ്റെ എനർജിയുടെ ഫ്ലക്ച്വേഷൻസ് നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് കൂടുതലായിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുവാനായിട്ട് നല്ലത്. നല്ലൊരു ലീഡറാണ്, നല്ലൊരു സ്പിരിച്വൽ ഹീലറാണ്. അദ്ദേഹം ചെയ്തത് എങ്ങനെ? ക്രൂശിച്ചവരെയും മുഖത്ത് തുപ്പിയവരെയും ഏറ്റവും നിന്ദിച്ചവരെല്ലാം അദ്ദേഹം ക്ഷമിക്കുന്നതിൻ്റെ മർമ്മം അതാണ്. അദ്ദേഹത്തിൽ സ്നേഹമാണുള്ളത്. യാതൊരു തരത്തിലുള്ള ഭയം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നില്ല, തികഞ്ഞ സ്നേഹം. അപ്പം അത് പ്രാക്ടീസ് ചെയ്താലേ പറ്റുള്ളൂ. അതിന് നമ്മൾ ഒരു ജിമ്മിൽ പോയിട്ട് ഒരാൾ മസിൽസ് ബിൽഡ് ചെയ്യണ പോലെ ഈ സ്നേഹിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം, പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. പലപ്പോഴും അതിൽ വീഴും, അതിൽ നമ്മൾ ശക്തിപ്പെട്ടു വരണം. അപ്പോൾ ദൈവം തന്നെ നമ്മളെ സഹായിക്കും, ക്ഷമിക്കുവാനും മറ്റുള്ളവരോട് സ്നേഹത്തിലായിരിക്കുവാനും കഴിയും. ആ ഒരു ഇത് വരുമ്പോഴാണ് ഭയമില്ലാതെ ആവുന്നത്. ഇരുട്ടിനെ എങ്ങനെ മാറ്റാമെന്ന് ചോദിച്ചാൽ നമുക്ക് വെളിച്ചം വേണം. ഇരുട്ട് എല്ലായിടത്തും ഉണ്ട്. വെളിച്ചം പോയാൽ അവിടെ ഇരുട്ട് കാണാം. ഇരുട്ട് നിഷ്പ്രഭമാക്കുന്നതാണ് വെളിച്ചം. അതുപോലെയാണ് ഭയത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് സ്നേഹം വേണം. ഭയം പോട്ടെ എന്ന് പറഞ്ഞാൽ പോവില്ല. സ്നേഹം ഉണ്ടാക്കിയാൽ ഭയം തന്നെ പോകും. ദിലീപ് എന്ത് പറയണു? എത്ര പെർസെൻറ്റേജ് ഭയം ഉണ്ട് ഇപ്പോ? നിങ്ങളിൽ ഭയപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതി നോക്ക്. എന്താണ് നിങ്ങളുടെ ഭയം? ആരോഗ്യം നഷ്ടപ്പെടുന്നതാണോ? ആരെങ്കിലും എൻ്റെ ജോലി കളയുന്നുള്ള ഭയമാണോ? അതോ പണം എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ളതാണോ? മറ്റുള്ളവർ എന്നെ കുറ്റം വിധിക്കും ആ ഭയമാണോ? ഏതാണ് നിങ്ങളുടെ ഭയം എന്നുള്ളത് നിങ്ങൾ ഇന്ന് ഒരു ഹോംവർക്ക് ചെയ്യുക. എവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഭയം? ലോകം എന്ത് പറയുന്നുള്ള ഭയമാണോ? ധാരാളമുണ്ട്, ഭയം ധാരാളമാണ്. ആയിരക്കണക്കിന് ഭയം ഉണ്ടെന്നാണ് സൈക്കോളജിസ്റ്റുകൾ എന്നെ പറയുന്നത്. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ തന്നെ അല്ലേ, വെറൈറ്റി ഓഫ് ഫോബിയാസ് ഒക്കെ അടിച്ചു നോക്കിയാൽ വളരെ രസകരമായിട്ടുള്ള ഭയങ്ങൾ കാണാം. ശബ്ദം കേൾക്കുന്നത് ഭയം, ഒറ്റയ്ക്കിരിക്കുന്നത് ഭയം, ആൾക്കൂട്ടത്തിൽ കയറുന്നത് ഭയം, അങ്ങനെ തുടങ്ങി ധാരാളമുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെല്ലാം ഭയത്തിൽ കുടുങ്ങി കിടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. എന്ത് പറയുന്നു? അടുത്ത ചാപ്റ്ററിലേക്ക് പോകണോ അതോ ഇന്നത്തെ ചാപ്റ്റർ 10 മണി ആവണോ? സാർ ഇന്നത്തെ റെക്കോർഡിംഗ് കിട്ടും? ഇന്നത്തെ റെക്കോർഡിംഗ് ഇത് കഴിഞ്ഞിട്ട് എനിക്കത് സേവ് ചെയ്യാൻ പറ്റിയാൽ കിട്ടും, തീർച്ചയായിട്ടും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ക്ലോസ് ചെയ്തപ്പോൾ സേവ് ചെയ്യാണ്ട് ക്ലോസ് ആയിപ്പോയി. അത് സേവ് ചെയ്ത് അത് കൺവേർട്ട് ചെയ്യണം. അതിനു മുമ്പത്തെ പ്രാവശ്യം കൺവേർട്ട് ചെയ്യാണ്ട് ഡയറക്റ്റ് റോ ആയിട്ട് ഇട്ടത്.
ഇത് കിട്ടുമെന്ന് ഞാൻ കരുതുന്നു. തിരക്ക് പിടിക്കാണ്ട് വിൻഡോസ് ക്ലോസ് ചെയ്യണം. മറ്റെന്തെങ്കിലും ചോദിക്കാനില്ലെങ്കിൽ സെഷൻ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. നിർത്താം സാർ. ഞങ്ങള് ഇതൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കട്ടെ. യെസ് കുറേശ്ശെ ആയിട്ട് നമുക്ക് പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ തിരക്ക് പിടിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിനെക്കുറിച്ച് ചിന്തിച്ചും മനസ്സിലാക്കിയും അതിൻ്റെ റെഫറൻസ് നോക്കിയും പോകുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ സന്തോഷത്തോടുകൂടി വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. സംശയങ്ങൾ ചോദിക്കുക, ബൈബിള് വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ കൂടുതൽ അതിൻ്റെ റെവലേഷൻസ് നമുക്ക് കിട്ടാൻ ഏറ്റവും ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്, കഴിഞ്ഞ ക്ലാസ്സിനോട് ബന്ധപ്പെടുത്തി നിങ്ങളുടെ നെഗറ്റീവ് എനർജികൾ നിങ്ങൾ വിട്ടുപോകുമ്പോൾ അതിന് ആ വാക്യൂം നിങ്ങൾ മറ്റ് യാതൊരു ലോ ഫ്രീക്വൻസികളും വെക്കാതെ, അത്യാഗ്രഹമില്ലാതെ, സെൽഫിഷ് ഇല്ലാതെ, മറ്റു യാതൊരു ഫ്രീക്വൻസികളും അവിടെ ഇടാതെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഫ്രീക്വൻസി നിറയ്ക്കണം. അതാണ് ഏറ്റവും ദൈവികമായ സ്നേഹം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഭാവി കാര്യങ്ങളെല്ലാം പടിപടിയായിട്ട് ആ ലെവലിലേക്ക് ഉയർന്നു വരും. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.